ബലൂൺ പര്യവേഷണ യാത്ര. ഇത് ആർട്ടിക്കും മറികടക്കാനായി 3 സാഹസികരായ ചെറുപ്പക്കാർ നടത്തിയ ഒരു പര്യവേഷണ യാത്രയാണ്. സാധാരണ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കപ്പൽ മാർഗമുള്ള പര്യവേഷണ യാത്രകളെ പോലെ അല്ല ഈ യാത്ര നടന്നത്. ഒരു സാധാരണ ഹൈഡ്രജൻ ബലൂണിലാണ് ഈ സാഹസികരായ 3 യുവാക്കൾ യാത്ര നടത്തിയത്. ഈ സംഭവം നടക്കുന്നത് 1897-ലാണ്. എങ്കിലും ഈ സംഭവത്തിന്റെ ശേഷിപ്പായി 1949-ൽ നടന്ന ഒരു സംഭവം കേട്ടിട്ട് നമുക്ക് 1897-ലേക്ക് പോകാം. 1949-ൽ അങ്ങ് അമേരിക്കയിൽ അന്ന എന്ന ഒരു സ്ത്രീ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ 77-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു. ഈ അന്നയ്ക്ക് ഒരു ഇളയ സഹോദരനുണ്ട്. അദ്ദേഹം വിവാഹിതനല്ല. ആകെ ഉണ്ടായിരുന്ന സഹോദരി മരണപ്പെട്ടതോടെ അദ്ദേഹം ആകെ വിഷമത്തിലാകുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം ഈ അന്നയുടെ മുറിയിൽ കയറി അല്പനേരം ഇരിക്കുന്നു. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു മനോഹരമായ പെട്ടി ഷെൽഫിൽ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഈ വീട്ടിൽ വർഷങ്ങളായി താമസിച്ചിട്ടും ഈ പെട്ടി ഇതുവരെ അദ്ദേഹം കണ്ടിട്ടില്ല. കൗതുകം തോന്നിയ അദ്ദേഹം ഈ പെട്ടി എടുത്ത് തുറന്നു നോക്കുന്നു. അതിൽ ഒരു പെൻസിലിൽ വരച്ച ഒരു യുവാവിന്റെ മനോഹരമായ ചിത്രം അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ സഹോദരിയായ അന്ന നല്ലൊരു ചിത്രകാരിയാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ചിത്രത്തിന് മുകളിലായി ഒരു സ്വർണ്ണമാലയുണ്ട്. അതിൽ ഒരു ലവ് ചിഹ്നം പോലെയുള്ള ഒരു ലോക്കറ്റും. അദ്ദേഹം ആദ്യം ഈ ചിത്രം എടുത്ത് സൂക്ഷിച്ചു നോക്കി. അത് ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് നീൽ സ്ട്രിംഗ്ബർഗ് എന്ന യുവാവിന്റെ ചിത്രമായിരുന്നു. 1897-ലെ ഒരു സാഹസിക യാത്രയിൽ കാണാതെ പോയ 3 യുവാക്കളിൽ ഒരാളാണ് ഈ സ്ട്രിംഗ്ബർഗ്. അന്നയ്ക്ക് വേണ്ടി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന അന്നയുടെ ആദ്യ പ്രണയം. ലോക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നീൽ സ്ട്രിംഗ്ബർഗിന്റെ ഒരു ചിത്രവും ഒരു കുറിപ്പും അദ്ദേഹം കണ്ടു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ മരണപ്പെട്ടാൽ എന്റെ പ്രിയതമന്റെ അരികിൽ എന്നെ അടക്കം ചെയ്യണം. അവൻ ഇല്ലാത്ത ലോകത്ത് ഞാൻ ആവുന്നത്ര ജീവിച്ചത് അവനെ ഈ ഭൂമിയിൽ ഓർക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് എന്ന് അന്ന ചാർലിയർ. ആരാണ് ഈ ചിത്രത്തിലെ നീൽ സ്ട്രിംഗ്ബർഗ്? അദ്ദേഹവും സംഘവും ആർട്ടിക്കിൽ നടത്തിയ യാത്രയിൽ എന്താണ് സംഭവിച്ചത്? ഇതറിയാൻ നമുക്ക് 1897-ലേക്ക് പോകണം. അങ്ങ് ആർട്ടിക് സമുദ്രത്തിന്റെ മഞ്ഞുപാളികളിൽ ഏകാന്തമായ ഒരു ചെറുദ്വീപിലേക്ക് യാത്ര നടത്തണം. ഐ എം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു അൺഹിയർഡ് സ്റ്റോറീസ്. അന്റാർട്ടിക്കയിൽ നടന്ന പര്യവേഷണ സംഭവങ്ങൾ നമ്മൾ ഒരുപാട് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഇതുപോലെ തന്നെ പ്രാധാന്യം നിറഞ്ഞതാണ് ആർട്ടിക്കിൽ നടത്തിയ പര്യവേഷണ യാത്രകൾ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വ്യത്യസ്തമായ ഒരു പര്യവേഷണ യാത്രയിലൂടെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പകർന്നു തരാൻ ഞാൻ ശ്രമിക്കുന്നത്. 19-ാം നൂറ്റാണ്ട് കാലഘട്ടം. ഭൂമിയിലെ നിഗൂഢമായ മനുഷ്യൻ കാലെടുത്ത് വയ്ക്കാത്ത ഇടങ്ങളിലുള്ള സാഹസിക യാത്രകളുടെയും പര്യവേഷണങ്ങളുടെയും കാലമായിരുന്നു അത്. അപ്പോഴും ഒരു പര്യവേഷകർക്കും പിടികൊടുക്കാതെ നിലനിന്നിരുന്ന ഭൂമിയുടെ ഭാഗങ്ങളിൽ പ്രധാനമായിരുന്നു ആർട്ടിക്കിലെ വെളുത്ത മരുഭൂമിയിലെ നോർത്ത് പോൾ. മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയാത്ത പല തടസ്സങ്ങളും അപകടങ്ങളും നിറഞ്ഞ ഈ നോർത്ത് പോൾ അന്ന് എല്ലാ പര്യവേഷകരുടെയും സ്വപ്നം തന്നെയായിരുന്നു. പലരും ഈ വെളുത്ത മഞ്ഞ് നിറഞ്ഞ പ്രദേശം കീഴടക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. മനുഷ്യൻ അന്നുവരെ നിർമ്മിച്ച മാപ്പുകളിൽ ഈ ഭാഗം ശൂന്യമായിട്ടാണ് അടയാളപ്പെടുത്തിയിരുന്നത്. അന്നുവരെ ആർട്ടിക്കിന്റെ മധ്യഭാഗത്ത് ആരും തന്നെ എത്തിച്ചേർന്നിരുന്നില്ല. ആർട്ടിക് പ്രദേശം ഒരു വിദൂര ഭൂമിയായാണ് അന്ന് കരുതിയിരുന്നത്. അവിടേക്ക് വളരെ കുറച്ചു പേർ മാത്രമേ യാത്ര ചെയ്യാൻ പോലും ധൈര്യപ്പെട്ടിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് 1897 ജൂലൈ 11-ന് 3 യുവാക്കളടങ്ങുന്ന ചെറിയ സംഘം സൗത്ത് പോളിലേക്ക് ഒരു യാത്ര നടത്താൻ തീരുമാനമെടുക്കുന്നത്. മഞ്ഞുപാളികൾ കൊണ്ട് മൂടിയ ആർട്ടിക്കിലേക്കുള്ള യാത്ര നമ്മൾ കേട്ടറിഞ്ഞതിലും വായിച്ചറിഞ്ഞതിലും നിന്നുമൊക്കെ വളരെ അപകടം നിറഞ്ഞതാണെന്ന് നമുക്ക് നന്നായി തന്നെ അറിയാം. ഒരു പക്ഷേ ഇതിന്റെ അറിവ് അന്ന് അവർക്കില്ലാത്തത് കൊണ്ടാകാം വളരെ ഈസി ടാർഗറ്റ് പോലെയാണ് ആർട്ടിക് മറികടക്കാൻ ഈ യാത്രാ സംഘം തയ്യാറെടുത്തത്. ഇവർ ആർട്ടിക്കിലേക്ക് യാത്ര പോകാൻ കണ്ടെത്തിയ യാത്രാ മാർഗം വളരെ അസാധാരണമായ ഒരു രീതിയായിരുന്നു. 3 സ്വീഡിഷ് യുവാക്കളാണ് ഈ യാത്ര നടത്താനായി പ്ലാൻ ചെയ്യുന്നത്. ഇവർ ആർട്ടിക്കിലൂടെ ഒരു ഹൈഡ്രജൻ ബലൂണിലൂടെ സഞ്ചരിക്കാനാണ് പ്ലാൻ ചെയ്തത്. ശരിക്കും ഇവർ ഈ ബലൂൺ വഴിയുള്ള യാത്ര തുടങ്ങുന്നത് നോർവേയിലെ സ്വാൽബോർഡിൽ നിന്നാണ്. നോർവേയിൽ നിന്നും റഷ്യ, കാനഡ എന്നീ രാജ്യങ്ങളിൽ എത്താനാണ് ഇവർ ഈ യാത്ര തുടങ്ങിയത് തന്നെ. ഇതിനുവേണ്ടി അവർക്ക് നോർത്ത് പോളിലൂടെ കടന്നു പോകേണ്ടി വരും. നോർത്ത് പോളിലേക്കുള്ള പര്യവേഷണ യാത്രകളിൽ വളരെ പിന്നിലായിരുന്ന സ്വീഡിഷ് ജനത ഈ യാത്രയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ ഒരു ഹൈഡ്രജൻ ബലൂണിൽ കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നത് ഇന്നുവരെ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത നോർത്ത് പോളിലേക്കാണ്. ആർട്ടിക്കിൽ പരിശീലനമില്ലാത്ത അല്ലെങ്കിൽ മുൻപരിചയമില്ലാത്തവർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു പ്രദേശമല്ല. വളരെ അജ്ഞാതവും നിഗൂഢവുമായ ഒരു പ്രദേശം. അവിടേക്ക് വർഷങ്ങളായി പര്യവേഷകർ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തി കടന്നു ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ഫലവും കാണുന്നുമില്ല. അങ്ങനെയുള്ള ഉത്തരധ്രുവത്തിൽ ഒരു ഹൈഡ്രജൻ ബലൂണിൽ എത്താനുള്ള ശ്രമമാണ് ഇവർ ഇപ്പോൾ നടത്തുന്നത്. സെൽമൻ ഓഗസ്റ്റ് ആന്ദ്രെയാണ് പര്യവേഷണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാന വ്യക്തി.
ഒരു എഞ്ചിനീയർ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഈ യാത്ര നടത്താനുള്ള ഫണ്ടിംഗ് നേടാൻ സാധിച്ചു. ഈ യാത്രയ്ക്ക്, അതായത് നോർത്ത് പോളിൽ എത്താനും അതുവഴി കടന്നു പോകാനുമുള്ള ഏറ്റവും മികച്ച മാർഗം ഹൈഡ്രജൻ ബലൂൺ ആണെന്ന് ഈ സെൽമൻ ആന്ദ്രെ സമർത്ഥിച്ചു. ആന്ദ്രയും സംഘവും തെക്കൻ കാറ്റിന്റെ ദിശയിൽ സഞ്ചരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ നോർത്ത് പോളിൽ എത്താനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കുന്നു. ഈ യാത്രയിൽ ഉത്തരധ്രുവത്തിൽ ബലൂൺ ലാൻഡ് ചെയ്യിക്കാനുള്ള പ്ലാൻ ആന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പകരം അതിന് മുകളിലൂടെ സഞ്ചരിച്ച് കടന്നു പോകുന്ന ആദ്യ യാത്രികനാകാനാണ് ആന്ദ്രെ പദ്ധതിയിട്ടത്. ബലൂൺ ലാൻഡ് ചെയ്യിക്കില്ല, പക്ഷേ ഗ്രൂപ്പിലുള്ള ഒരാളെ വടം വഴി താഴേക്ക് ഇറക്കാനും നോർത്ത് പോളിൽ തങ്ങൾ എത്തി എന്നത് കാണിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ഉപേക്ഷിക്കാനും ആന്ദ്രയ്ക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. കാറ്റിന്റെ ദിശ അനുസരിച്ച് യാത്ര ചെയ്ത് നോർത്ത് പോൾ കടന്ന് റഷ്യയിലേക്കും അല്ലെങ്കിൽ കാനഡയിലേക്കും സഞ്ചരിക്കാനുള്ളത് കൊണ്ട് തന്നെ അവർ അവരുടെ കയ്യിൽ റഷ്യൻ മണിയായ റൂബിളും അമേരിക്കൻ ഡോളറും ഒക്കെ കരുതിയിരുന്നു. മാത്രമല്ല, അവരുടെ പേരുകൾ എഴുതിയ വിലപിടിപ്പുള്ള തൂവാലയും ഹാൻഡ് ഗ്ലൗസും സിൽക്കിൽ നിർമ്മിച്ച സ്കാർഫുകളും അവർ കരുതിയിരുന്നു. 42 വയസ്സുള്ള സെൽമൻ ആഗസ്റ്റ് ആന്ദ്രെ ആയിരുന്നു പരിവേഷണ യാത്രയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. സ്വീഡിഷ് പട്ടണമായ ഗ്രാനയിൽ ജനിച്ച അദ്ദേഹം സ്റ്റോക്ക്ഹോമിലെ ഒരു റോയൽ പേറ്റന്റ് ഓഫീസിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു. ഈ ആന്ദ്രെ ഇതിനു മുൻപ് ആർട്ടിക് പ്രദേശങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു പര്യവേഷണം നടത്താനോ ഒന്നുമല്ല. അദ്ദേഹം സ്വാൽബോർഡിൽ വെച്ച് സൂര്യപ്രകാശത്തിന്റെ അഭാവം മൂലം ചർമ്മത്തിൽ നിറം എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ ഏർപ്പെട്ടപ്പോൾ സ്റ്റഡി പർപ്പസ് ആയിട്ടാണ് ഒരിക്കൽ ആർട്ടിക്കിൽ പോയിട്ടുള്ളത്. അന്നത്തെ ഈ യാത്രയിൽ ആന്ദ്രെ കൂടെ ഉണ്ടായിരുന്ന ടീമിലെ മറ്റുള്ളവരുമായി വഴക്കടിച്ചു. അനാവശ്യമായി വഴക്കിട്ട ആന്ദ്രയ്ക്ക് അന്ന് ടീം ലീഡർ ആന്ദ്രയോട് പാരാഫിൻ ചുമന്നു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെയുള്ള യാത്രകളിൽ വഴക്കാളികളായ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ശിക്ഷാ രീതികളാണ് ഇതൊക്കെ. അവശ്യ സാധനങ്ങളുടെ അഭാവം കാരണം ഈ യാത്ര അവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ സെൽമൻ പൊതുവെ ഒരു സ്വപ്ന ജീവിയായിരുന്നു. ഹൈഡ്രജൻ ബലൂൺ ഉപയോഗിച്ച് ഉത്തരധ്രുവത്തിന് മുകളിലൂടെ പറക്കുന്നതിന് പുറമെ ഇതേ രീതിയിൽ അറ്റ്ലാന്റിക് മറികടക്കാനും ആന്ദ്രയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് ഇന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആന്ദ്രെ ഇതൊക്കെ ആഗ്രഹിക്കുകയും ഇതിനൊക്കെ ശ്രമിക്കുകയും ചെയ്തത് സാങ്കേതിക വിദ്യ അത്രയൊന്നും പുരോഗമിക്കാത്ത 1800 കാലഘട്ടത്തിലാണ്. പര്യവേഷണത്തിലെ രണ്ടാമത്തെ അംഗമാണ് ന്യൂട്ട് ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിന് 27 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. കാൽസ്റ്റാഡിൽ ജനിച്ച ഈ ഫ്രാങ്ക്ലിൻ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ബിരുദം നേടിയിരുന്നു. പക്ഷേ പഠന വിഷയമായ ഈ ടെക്നോളജി എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്ത് ഒരു പരിചയവും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം സ്വയം ടെക്നിക്കൽ എഞ്ചിനീയർ എന്നാണ് എല്ലാവരെയും പരിചയപ്പെടുത്തിയിരുന്നത്. ഈ പര്യവേഷണ വേളയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനും കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്തമാണ് ഈ ഫ്രാങ്ക്ലിന് നൽകിയത്. കാലാവസ്ഥാ നിരീക്ഷകനായ നീൽസ് ആക്കോം എന്നയാളാണ് ആദ്യം ഈ യാത്രയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ യാത്ര തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം പിന്മാറുന്നു. ആ സ്ഥാനത്തേക്കാണ് ഈ ഫ്രാങ്ക്ലിൻ എന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ഈ യാത്രാ സംഘത്തിലെ അവസാനത്തേതും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവുമാണ് ഞാൻ ആദ്യം പറഞ്ഞ അന്ന ചാർലിയർ എന്ന വ്യക്തിയുടെ ഭാവി വരനും കാമുകനുമായ നീൽസ് സ്ട്രീംബർഗ്. 24 വയസ്സ് മാത്രമായിരുന്നു നീൽസിന്റെ പ്രായം. ഫിസിക്സ്, മാത്സ്, ആസ്ട്രോണമി എന്നീ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, അന്നത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ മിടുക്കനായിരുന്നു ഷിൻബർഗ്. ഈ യാത്രയ്ക്ക് മുൻപ് അവർ ഈ യാത്ര ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വാൽവാർഡ് ദ്വീപ സമൂഹങ്ങളിലെ തദ്ദേശവാസികളുടെ ഭാഷയും സംസ്കാരവും ഒക്കെ പഠിക്കാൻ ഈ നീൽസിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയപരിധി മൂലം അദ്ദേഹത്തിന് അത് പൂർണ്ണമാക്കാൻ സാധിച്ചില്ല. നോർവേക്കും ഉത്തരധ്രുവത്തിനും ഇടയിലുള്ള സ്വാൽവാർഡ് ദ്വീപസമൂഹത്തിൽ നിന്നാണ് ആർട്ടിക്കിലെ നോർത്ത് പോളിലേക്കുള്ള യാത്ര ഇവർ തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ഈ സ്വാൽവാർഡ് ദ്വീപ സമൂഹത്തിന്റെ തെക്കു ഭാഗത്തായി ഡ്വൈൻസ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ദ്വീപിൽ നിന്നും 1897 വേനൽക്കാലത്താണ് ഈ യാത്ര നടത്താൻ ഇവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ പ്രദേശത്തെ താപനില കുറഞ്ഞത് 3 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 26 ഡിഗ്രിയുമായിരുന്നു. അക്കാലത്ത് ഡ്വൈൻസ് ദ്വീപിന് അപ്പുറമുള്ള എല്ലാ ഭാഗവും, അതായത് ആർട്ടിക് ഭാഗം ഭൂപടത്തിൽ ശൂന്യമായിരുന്നു. മാപ്പിൽ ഈ സ്ഥലങ്ങൾ പര്യവേഷണം ചെയ്യപ്പെടാത്ത പ്രദേശം എന്നാണ് കുറിച്ചിരുന്നത്. അങ്ങനെ ആന്ദ്രയും നീൽസും ഫ്രാങ്ക്ലിനും ചേർന്ന് ഡ്വൈൻസ് ദ്വീപിൽ ഒരു താൽക്കാലിക ടെന്റും ഒരു ആങ്കറും, അതായത് ബലൂൺ ഘടിപ്പിക്കാനുള്ള ആങ്കറും സ്ഥാപിച്ചു. അവിടെ അവർ യാത്രയ്ക്കായുള്ള വസ്ത്രങ്ങളും മറ്റു പ്രധാന സാധനങ്ങളും യാത്ര ചെയ്യാനുള്ള ബലൂൺ തുടങ്ങിയവയൊക്കെ സൂക്ഷിക്കുന്നു. ഇനി യാത്ര ചെയ്യാൻ അവർക്ക് വേണ്ടത് കാറ്റിന്റെ സഹായമാണ്. ഈ സമയത്ത് തെക്കൻ ഭാഗത്തേക്ക്, അതായത് റഷ്യയുടെ ഭാഗത്തേക്ക് കാറ്റ് ഉണ്ടാകാറുണ്ട്. ഈ കാറ്റിനായുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. എല്ലാ ദിവസവും അവർ കാറ്റിന്റെ ദിശ പഠിക്കും. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം കാരണം തെക്കോട്ടുള്ള ഈ കാറ്റിന്റെ വരവ് താമസിക്കുന്നു. 1897 ജൂലൈ 11 വൈകുന്നേരം നീൽസ് സ്ട്രീംബർഗ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കലണ്ടർ എടുത്തു നോക്കുന്നു. ഈ കലണ്ടർ അദ്ദേഹത്തിന്റെ കാമുകിയായ അന്ന ചാർലിയർ സമ്മാനിച്ചതാണ്. ഈ കലണ്ടറിന്റെ ആദ്യ പേജിൽ അന്ന ചാർലിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. മാത്രമല്ല, അന്ന വരച്ച ഒരു ചിത്രവും അതിലുണ്ടായിരുന്നു.
ഉയർന്നു പോകുന്ന ഹൈഡ്രജൻ ബലൂണിൽ നിന്നുകൊണ്ട് ഒരു തൂവാല വീശുന്ന നീളൻ മുടികളുള്ള നീൽസിന്റെ ചിത്രമായിരുന്നു അത്. 7 ആഴ്ചകൾ കടന്നുപോയി. നീൽസ് തന്റെ പ്രണയിനിയെ വല്ലാതെ മിസ് ചെയ്തു. അവിടെ കഴിച്ചുകൂട്ടിയ ഈ സമയത്ത് നീൽസ് ഒരു വിൽപത്രം എഴുതി തയ്യാറാക്കിയിരുന്നു. ഈ യാത്രയുടെ അപകട സാധ്യത നീൽസ് മുന്നേ കൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാകണം ഈ വിൽപത്രം തയ്യാറാക്കിയത്. ഈ വിൽപത്രത്തിൽ നീൽസ് എഴുതിയിരിക്കുന്നത് തങ്ങൾ പുറപ്പെടാനിരിക്കുന്ന ഈ യാത്രയിൽ തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച് മരണപ്പെട്ടാൽ തന്റെ സമ്പാദ്യങ്ങളെല്ലാം തന്റെ പ്രണയിനിയായ അന്നയ്ക്ക് അവകാശപ്പെട്ടതായിരിക്കും എന്നായിരുന്നു. അന്നയ്ക്ക് 25 വയസ്സായിരുന്നു അന്ന് പറയാം. ഒരു സ്വകാര്യ ഗേൾസ് സ്കൂളിൽ സംഗീത അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു അന്ന. അവൾ ഒരു നല്ല ഗായികയുമായിരുന്നു. പിയാനിസ്റ്റ് ആകുന്നതിനൊപ്പം ഒരു നല്ല സയന്റിസ്റ്റ് ആകാനും അന്ന സ്വപ്നം കാണുന്നു. നീൽ സ്ട്രിംഗ്ബർഗ് തന്റെ പ്രണയിനിയായ അന്നയുമായുള്ള പ്രിയപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി മഞ്ഞു പെയ്യുന്നത് നീൽസ് കാണുന്നത്. ഇവർ തയ്യാറാക്കി വെച്ചിരുന്ന ടെന്റിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. കാരണം വേനൽക്കാലത്ത് ആ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകാറില്ല. മാത്രമല്ല വെയിലുള്ള നല്ല കാലാവസ്ഥയാണ് ആ സമയങ്ങളിൽ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മേൽക്കൂര നിർമ്മിക്കുന്നതിനെ പറ്റി അവർ ചിന്തിച്ചത് പോലുമില്ല. ഇതോടെ ഇവർക്ക് യാത്ര ചെയ്യേണ്ട ഹൈഡ്രജൻ ബലൂണിൽ മഞ്ഞ് വീഴാതിരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് മൂടി വെക്കുന്നു. പാരീസിൽ നിന്ന് വരുത്തിയ ഈ ബലൂൺ ചൈനീസ് സിൽക്കിന്റെ 3 പാളികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. വളരെ ചെറുതായ ഒരു ബാസ്ക്കറ്റ് ആയിരുന്നു ഈ ഹൈഡ്രജൻ ബലൂണിൽ ഉണ്ടായിരുന്നത്. ഈ ബാസ്ക്കറ്റ് ഘടിപ്പിക്കേണ്ടത് യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപാണ്. അതിൽ നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നവർക്ക് പഠനങ്ങൾ നടത്താനും ഫോട്ടോകൾ എടുക്കാനും ഒക്കെ. ഈ യാത്രയ്ക്ക് വേണ്ടി 36 കാരിയർ പ്രാവുകളെയും അവർ കൂടെ കൊണ്ടുപോകാൻ പദ്ധതിയിട്ടു. ഈ കാരിയർ പ്രാവുകളെ ഇവർക്ക് സമ്മാനിച്ചത് ഒരു സ്വീഡിഷ് പത്രമായ ആഫ്റ്റൺ ആണ്. കാരിയർ പ്രാവുകളുടെ പ്രത്യേകത അവയ്ക്ക് സന്ദേശങ്ങൾ കൈമാറാനായി പ്രത്യേക പരിശീലനം നൽകിയവയാണ്. ഈ ആഫ്റ്റൺ പത്രത്തിന്റെ പ്രവർത്തകർ ഈ പ്രാവിനെ ഇവർക്ക് നൽകിയത് യാത്രക്കിടയിലുള്ള വിവരങ്ങൾ സമയാസമയങ്ങളിൽ ഈ പത്രക്കാർക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. യാത്ര പോകുന്നവർക്ക് തങ്ങളുടെ സ്വകാര്യ സന്ദേശം അയക്കുന്നതിനായി പ്രത്യേകം പ്രാവുകളെയും ഈ പത്രപ്രവർത്തകർ സമ്മാനിച്ചിരുന്നു. ഷോർട്ട് ഹാൻഡ് റൈറ്റിംഗ്, അതായത് ചുരുക്ക എഴുത്തിലൂടെയുള്ള സന്ദേശങ്ങൾ കൈമാറാൻ ഈ പ്രാവുകളെ ഉപയോഗിക്കാം. അന്നയ്ക്ക് സന്ദേശം കൈമാറുന്നതിനായി നീൽസ് വളരെ സമയമെടുത്തിട്ടാണെങ്കിലും ഷോർട്ട് ഹാൻഡ് റൈറ്റിംഗ് പഠിക്കാനുള്ള ശ്രമം തുടങ്ങി. ഈ ശ്രമത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഓരോ പ്രാവിന്റെയും ചിറകിനടിയിൽ ആന്ത്രേ എന്ന വാക്ക് എഴുതിയിരുന്നു. ഇതിലൂടെ ഈ പ്രാവുകൾ ആർട്ടിക് യാത്രികർ അയച്ചതാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഇങ്ങനെയൊരു യാത്ര ഇവർ പുറപ്പെടാൻ പോകുന്ന കാര്യം എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് ഇങ്ങനെയൊരു പ്രാവ് എവിടെയെങ്കിലും കണ്ടാൽ അത് അവർ അയച്ചതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഓരോ പ്രാവിന്റെയും ചിറകിനടിയിൽ ആന്ത്രേ എന്ന് എഴുതി പിടിപ്പിച്ചത്. ഈ യാത്രയിൽ ബലൂണിനെ നിയന്ത്രിക്കാനായി ആന്ത്രേ ഒരു പ്രത്യേക സംവിധാനം രൂപീകരിച്ചിരുന്നു. അതായത് അഥവാ ഈ തെക്കൻ കാറ്റിന്റെ ദിശ എങ്ങാനും മാറിയാൽ ബലൂണിനെ നിയന്ത്രിച്ച് നിർത്താൻ തനിക്ക് കഴിയുമെന്ന് ആന്ത്രേ പ്രതീക്ഷിച്ചു. എന്നാൽ ഇത് ആന്ത്രയുടെ ഒരു അനുമാനം മാത്രമായിരുന്നു. ഒരിക്കലും ഇത് ബലൂൺ യാത്രകളിൽ പരീക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. മാത്രമല്ല ഇവർ മൂവരും യാത്ര ചെയ്യാൻ പോകുന്ന ബലൂൺ അന്നുവരെയും ആരും സഞ്ചരിക്കുകയോ പരീക്ഷണാടിസ്ഥാനത്തിൽ പോലും യാത്ര ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഏതായാലും ഈ 3 പേരും അടങ്ങുന്ന ടീം തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ആർട്ടിക്കിലേക്ക് നടത്തുന്ന ഈ പര്യവേഷണ യാത്രയ്ക്ക് തയ്യാറെടുത്തു. അവർ വർഷങ്ങളാണ് ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഗവേഷണങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും വേണ്ടി ചെലവഴിച്ചത്. ഈ ബലൂൺ നിർമ്മിക്കാനുള്ള തുണിത്തരങ്ങളും അതിൽ ഉപയോഗിക്കുന്ന കയറും ഒക്കെ വളരെ മികച്ച ഗുണനിലവാരമുള്ളതും ഏത് സാഹചര്യത്തെയും അതിജീവിക്കുന്നവയുമാണെന്ന് അവർ ഉറപ്പുവരുത്തി. പക്ഷേ ഈ നിഗമനങ്ങളെല്ലാം ലബോറട്ടറികളിൽ മാത്രമാണ് നടത്തിയത്. ഒരിക്കലും ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയ നിഗമനങ്ങളായിരുന്നില്ല ഇതൊന്നും. ഈ യാത്രയ്ക്ക് തയ്യാറെടുത്ത 3 പേർക്കും ഈ ഹൈഡ്രജൻ ബലൂൺ ആർട്ടിക് സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നും അവിടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കുമെന്നും അറിയില്ലായിരുന്നു. ഇതേ സാങ്കേതിക പ്രശ്നങ്ങളിലെ അഭിപ്രായ വ്യത്യാസമാണ് നേരത്തെ ഈ യാത്രയ്ക്ക് ഭാഗമാകേണ്ടിയിരുന്ന കാലാവസ്ഥാ നിരീക്ഷകനായ നൈൽസ് ആക്കോം എന്നയാൾ യാത്രയിൽ നിന്നും പിന്മാറാൻ കാരണമായത്. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഈ യാത്രയ്ക്ക് ആന്ത്രേ തിരഞ്ഞെടുത്ത ഹൈഡ്രജൻ ബലൂൺ കണ്ട ഈ നൈൽസ് ആക്കോം ഈ ബലൂൺ ഒരിക്കലും നോർത്ത് പോൾ വരെ സഞ്ചരിക്കാൻ യോഗ്യമല്ല എന്ന് അനുമാനിച്ചു. മാത്രമല്ല ഈ ബലൂണിൽ നിന്നും വാതകം ലീക്ക് ആകുന്നത് മറ്റ് അംഗങ്ങളിൽ നിന്നും ആന്ത്രേ മറച്ചു വെച്ചതും അദ്ദേഹം കണ്ടുപിടിച്ചു. ഇതെല്ലാം കൂടിയായപ്പോൾ ഈ പ്രോജക്റ്റ് ഒരിക്കലും വിജയകരമായി മാറാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയാണ് ആക്കോം ഈ പദ്ധതിയിൽ നിന്നും പിന്തിരിഞ്ഞത്. ഇദ്ദേഹത്തിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ ന്യൂട്ട് ഫ്രാങ്ക്ലിൻ യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യാത്ര പൂർത്തിയാക്കിയാൽ ഉണ്ടാകുന്ന പേരും പ്രശസ്തിയും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഫ്രാങ്ക്ലിൻ ഈ പദ്ധതിയിൽ ഭാഗമായത്. ഈ ബലൂണിൽ ഉണ്ടായിരുന്ന ചോർച്ച മാറ്റുന്നതിനായി 3 പേരും പരിശ്രമങ്ങൾ ആരംഭിച്ചു. വാർണിഷ് ഉപയോഗിച്ച് അവർ ഒട്ടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് പൂർണ്ണമായും ഒട്ടിക്കാൻ അവർക്ക് സാധിച്ചില്ല. സാൽമൺ ആന്ത്രയുടെ കണക്കുകൂട്ടലുകളിൽ ബലൂണിന് ഏകദേശം 90 ദിവസങ്ങൾ തുടർച്ചയായി വായുവിൽ തുടരാൻ സാധിക്കും എന്നായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ അത് കുറച്ച് 30 ദിവസം എന്നാക്കി മാറ്റി.
എന്നാൽ നോർത്ത് പോളിലേക്കുള്ള യാത്രയ്ക്ക് വെറും 6 ദിവസം മാത്രമേ എടുക്കൂ. അതുകൊണ്ട് തന്നെ ബലൂൺ അതിന്റെ അവസാന ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ആന്ദ്രെ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ബലൂണുകൾ ഒന്നും തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ വായുവിൽ തുടർച്ചയായി തുടരാൻ സാധിക്കാത്തവയായിരുന്നു. 30 ദിവസം പോയിട്ട് 6 ദിവസം പോലും തുടർച്ചയായി വായുവിൽ തങ്ങി നിൽക്കുന്ന ബലൂൺ അന്നത്തെ കാലത്ത് അവിശ്വസനീയമായ സാങ്കേതിക മുന്നേറ്റം തന്നെയായിരുന്നു. എന്തായാലും തയ്യാറെടുപ്പുകൾക്കൊക്കെ ശേഷം ആന്ദ്രെ ഈ ബലൂണിന് ഒരു പേര് നിർദ്ദേശിച്ചു. നോർത്ത് പോൾ എന്നാണ് ആദ്യം ഈ ബലൂണിന് നിർദ്ദേശിച്ച പേര്. പക്ഷേ പിന്നീട് അത് മാറ്റി അദ്ദേഹം ഈഗിൾ എന്ന പേര് നിർദ്ദേശിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഈ യാത്ര നടക്കാൻ പോകുന്നതറിഞ്ഞ പത്രക്കാരും കാഴ്ചക്കാരും ഒക്കെ സ്വാൽബാർഡിലേക്ക് ഒഴുകി എത്തുന്നു. ആൾതാമസം പോലും ഇല്ലാത്ത സ്വാൽബാർഡ് ദ്വീപ് ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ യാത്ര കാണാൻ എത്തിയവരെ കൊണ്ട് നിറഞ്ഞു. അന്നുവരെ അത്രയധികം മനുഷ്യർ ആ ദ്വീപിൽ ഒത്തുചേർന്നിട്ട് പോലുമില്ല. ഈ സമയത്തും വീർപ്പിച്ചു നിർത്തിയിരുന്ന ബലൂണിൽ നിന്നുള്ള വാതകം ചോരുന്നത് തടയാനുള്ള ശ്രമത്തിലായിരുന്നു 3 പേരും. അപ്പോഴും വാതക ചോർച്ച പൂർണ്ണമായും പരിഹരിക്കാൻ അവർക്ക് സാധിച്ചില്ല. എങ്കിലും ബലൂൺ യാത്രയ്ക്ക് സജ്ജമാണെന്ന് ആന്ദ്രെ അഭിപ്രായപ്പെട്ടു. ഈ 3 സാഹസികരും നോർത്ത് പോളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിനായി കാറ്റിന്റെ സഹായം കാത്തിരുന്നു. ഒടുവിൽ 43 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം 1897 ജൂലൈ 11 രാത്രി ആ കാറ്റ് വന്നെത്തി. മാസങ്ങളോളം ഈ മേഖലയിലേക്ക് കാറ്റ് ഗതിമാറാതെ വീശിക്കൊണ്ടിരിക്കും. ഈ പ്രകൃതിയുടെ ആനുകൂല്യം മുതലെടുത്ത് യാത്ര ചെയ്യാനാണ് ആന്ദ്രെ കാത്തിരുന്നത്. അങ്ങനെ അവർ ടേക്ക് ഓഫ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. ശേഷിക്കുന്ന ഉപകരണങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ അവർ ഈ ഗോണ്ടോളയിൽ എടുത്തു വയ്ക്കുന്നു. ഗോണ്ടോള അതായത് ഈ ബലൂണിന്റെ താഴെ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ബാസ്ക്കറ്റിനെയാണ് ഈ ഗോണ്ടോള എന്ന് പറയുന്നത്. ടേക്ക് ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷം അവർ 3 പേരും ഒരുമിച്ച് കുറച്ച് ഷാമ്പെയിൻ കുടിക്കുന്നു. ശേഷം നോർത്ത് പോളിലേക്കുള്ള യാത്രയ്ക്ക് അവർ തയ്യാറാകുന്നു. ഈ നിമിഷങ്ങളെ പറ്റി സ്ട്രിംബർഗ് അന്നയ്ക്ക് എഴുതിയത് ഇങ്ങനെയായിരുന്നു: യാത്ര തുടങ്ങുമ്പോഴും എന്റെ ചിന്തകൾ നമ്മുടെ നല്ല നിമിഷങ്ങളിലേക്കും നമ്മുടെ വീട്ടിലേക്കും സഞ്ചരിച്ചു. ഈ യാത്ര സുഗമമാക്കുന്നതിനായി ഞാൻ എന്റെ ചിന്തകളെ അകറ്റാൻ ശ്രമിച്ചു. വിവരണാതീതമായ വിചിത്രമായ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക്. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട്. ഉയർന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഫോട്ടോകൾ എടുത്തു. ഞങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്തോറും എപ്പോഴൊക്കെയോ നിയന്ത്രണം വിടുന്ന പോലെ താഴേക്ക് ബലൂൺ വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. പറന്നുയർന്നപ്പോൾ ദ്വീപിലുള്ളവർ സന്തോഷത്തോടെ ആർത്ത് വിളിക്കുന്നത് ഞാൻ കേട്ടു. ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഈ 3 ധീരരായ സഞ്ചാരികളുടെയും യാത്ര തുടക്കം മുതൽ തന്നെ അത്ര സുഖകരമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബലൂൺ ടേക്ക് ഓഫ് ചെയ്തുവെങ്കിലും അവർ പ്രതീക്ഷിച്ചതുപോലെ ബലൂൺ മുകളിലേക്ക് ഉയർന്നില്ല. ഉയർന്നു വന്നപ്പോൾ തന്നെ ബലൂൺ കാറ്റിൽപ്പെട്ട് ബലൂൺ കെട്ടിയിട്ടിരുന്ന ഹാങ്ങറിൽ ശക്തിയായി ഇടിച്ചു. ഇതോടെ നിയന്ത്രണം വിട്ട് നിയന്ത്രണാതീതമായി ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. കറങ്ങുന്നതിനൊപ്പം തന്നെ ശക്തമായ കാറ്റിൽപ്പെട്ട് ആർട്ടിക് സമുദ്രത്തിലേക്ക് അത് നീങ്ങുകയും ചെയ്തു. 3 പേരും ബലൂൺ നിയന്ത്രിക്കുന്നതിനായി കഴിവതും പരിശ്രമിച്ചു. ഇതിന്റെ ഭാഗമായി ബലൂണിന്റെ ബാസ്ക്കറ്റിൽ വെച്ചിരുന്ന മണ്ണ് നിറച്ച ചാക്കുകൾ അവർ താഴേക്ക് വലിച്ചെറിഞ്ഞു. ഭാരം കുറഞ്ഞതോടെ ബലൂൺ കൂടുതൽ ഉയരത്തിലേക്ക് നീങ്ങി. ഇതോടെ ഈ ബലൂൺ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന കയറുകൾ കുരുങ്ങി. അതിൽ 2 കയറുകൾ പൊട്ടിപ്പോവുകയും ചെയ്തു. ബലൂണിനെ നിയന്ത്രിക്കാനുള്ള 2 കയറുകളാണ് പൊട്ടിപ്പോയിരിക്കുന്നത്. ഇനി യാത്ര ചെയ്യുന്നത് കാറ്റിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും. കാറ്റ് എങ്ങോട്ടാണോ അവരെ നയിക്കുന്നത് അങ്ങോട്ടേക്ക് അവർക്ക് യാത്ര ചെയ്യേണ്ടി വരും. കാറ്റ് അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന ദ്വീപിലുണ്ടായിരുന്ന ആൾക്കാർ ബലൂൺ തിരികെ എമർജൻസി ലാൻഡിംഗ് നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം ബലൂൺ അത്രയ്ക്ക് അനിയന്ത്രിതമായിരുന്നു യാത്രയുടെ തുടക്കത്തിൽ തന്നെ. എന്നാൽ അവർ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ആ ബലൂണും 3 സാഹസികരും അങ്ങ് ദൂരേക്ക് യാത്ര തുടരുകയും പതിയെ പതിയെ പൂർണ്ണമായി അപ്രത്യക്ഷമാവുകയും ചെയ്തു. തിരികെ ഇറങ്ങാതെ യാത്ര മുന്നോട്ട് തന്നെ നയിച്ചത് സാൽമൺ ആന്ദ്രെയാണെന്ന് കരുതപ്പെടുന്നു. യാത്ര തുടങ്ങി 1 മണിക്കൂറിന് ശേഷം നീൽ സ്ട്രിംബർഗ് അന്നയ്ക്ക് കൊടുക്കാൻ വേണ്ടി എഴുതിയ ഒരു കത്ത് താഴെയുള്ളവർക്ക്, അതായത് പറന്നുയർന്നപ്പോൾ ഈ ദ്വീപിൽ ഉണ്ടായിരുന്നവർക്ക് കൈമാറാൻ മറന്നുപോയി എന്ന് മനസ്സിലാക്കി. ഇതോടെ നീൽ സ്ട്രിംബർഗ് ആ കത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് അവർ ആർട്ടിക് സമുദ്രത്തിന്റെ മഞ്ഞുപാളികൾക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം വലിച്ചെറിഞ്ഞ കത്ത് ചെന്ന് വീണത് ആർട്ടിക് സമുദ്രത്തിന്റെ ഐസ് പാളികളിലായിരുന്നു. അങ്ങനെ അവർ യാത്ര മുന്നോട്ട് തുടർന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. കാറ്റിന്റെ ഗതി ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുന്നു. അവർ അജ്ഞാതമായ ഏതോ ഒരു ദിശയിലേക്ക് നിമിഷം തോറും തള്ളി നീക്കപ്പെട്ടു. അപ്രതീക്ഷിതമായി മഞ്ഞ് വീഴ്ച തുടങ്ങി. ഇതോടെ ഈഗിൾ ബലൂണിന് മുകളിൽ മഞ്ഞ് വീണതോടെ ബലൂണിന്റെ ഭാരം വർദ്ധിക്കുന്നു. ഇത് മനസ്സിലാക്കിയ 3 പേരും ഗൊണ്ടോളയിൽ ബാക്കിയുണ്ടായിരുന്ന മണൽച്ചാക്കുകൾ കൂടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ബലൂൺ മുഴുവനായും ഐസ് ക്രസ്റ്റ് കൊണ്ട് പൊതിഞ്ഞു എന്ന് ആ സംഘം മനസ്സിലാക്കി. ഇതോടെ ബലൂൺ ഉയരം കുറഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടേയിരുന്നു. ജൂലൈ 12 പുലർച്ചെ 3:15 ബലൂൺ ശക്തിയായി താഴേക്ക് പതിക്കുന്നു. ഒരു റബ്ബർ പന്ത് പോലെ ആ ബലൂൺ ഐസ് പാളികളിൽ തട്ടിത്തെറിച്ച് വീണുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ബലൂൺ വായുവിൽ അല്പനേരം ചുറ്റിക്കറങ്ങും, വീണ്ടും താഴേക്ക് പതിക്കും.
ഓരോ 2 മിനിറ്റിലും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ വീഴ്ചയും വളരെ ശക്തമായിരുന്നു. ആർട്ടിക്കിൽ വേനൽക്കാലമായതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും സൂര്യപ്രകാശം ഉണ്ടാകുമെന്ന് ആന്ധ്രയും മറ്റു 2 പേരും കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ കാലാവസ്ഥ മാറിയതോടെ മൂടൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടു. തണുപ്പും കൂടിക്കൂടി വന്നു. കുറഞ്ഞത് 30 ദിവസം വരെയെങ്കിലും ലാൻഡ് ചെയ്യാതെ വായുവിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നായിരുന്നു 3 പേരുടെയും കണക്കുകൂട്ടൽ. പക്ഷേ ഇപ്പോൾ വെറും 65 മണിക്കൂറിന് ശേഷം ബലൂണും അതിന്റെ കൂടെ അവർ സഞ്ചരിക്കാൻ ഉപയോഗിച്ച ബാസ്ക്കറ്റും ഒരു മഞ്ഞുപാളിയിൽ ഇടിച്ചിറങ്ങിയിരിക്കുകയാണ്. ഒരു റബ്ബർ പന്ത് പോലെ പലയിടങ്ങളിലും തട്ടി തെറിച്ച് അവസാനം ആ ബലൂൺ ക്രാഷ് ലാൻഡ് ചെയ്യുന്നത് 500 കിലോമീറ്റർ പിന്നിട്ടതിന് ശേഷമായിരുന്നു. അവർ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്ന ദൂരം ഒരു പുതിയ റെക്കോർഡൊന്നും ആയിരുന്നില്ല. കാരണം 1895-ൽ നോർവീജിയൻ പരിവേഷകരായ നാൻസൻ, ജോഹൻസൺ എന്നിവർ സ്കീ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ അധിക ദൂരം ആർട്ടിക്കിളിൽ കടന്നു ചെന്ന് റെക്കോർഡ് സൃഷ്ടിച്ചവരാണ്. ജൂലൈ 12-ന് പുലർച്ചെ 8:11 മൂവരും ആർട്ടിക്കിലെ മഞ്ഞുപാളികളിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നു. ഈ ബലൂണിലെ ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവർ പുറത്തേക്കെടുത്തു. സാധനങ്ങളുടെ കൂട്ടത്തിൽ 3 സ്ലൈഡറുകളും ഒരു ബോട്ടും ഉണ്ടായിരുന്നു. അതിൽ ഉണ്ടായിരുന്നതൊക്കെ തന്നെ വളരെ ചെറിയ ദൂരം പിന്നിടാൻ സഹായിക്കുന്ന വസ്തുക്കളായിരുന്നു. ഇതൊക്കെ അവർ അതിൽ സൂക്ഷിച്ചത് കാനഡയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും മനുഷ്യവാസം ഇല്ലാത്ത പ്രദേശത്താണ് ലാൻഡ് ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ അവിടെ നിന്നും കുറച്ചു ദൂരം അവർക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതിനുവേണ്ടിയായിരുന്നു അവർ ഈ ചെറിയ ബോട്ടും സ്കീയും ഒക്കെ കൂടെ കരുതിയത്. ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ എവിടെയാണ് ഉള്ളത് എന്ന് അവർക്ക് ഒരു ധാരണയും ഇല്ല എന്നതായിരുന്നു. മഞ്ഞുവീഴ്ചയൊക്കെ മാറുന്നു. കാലാവസ്ഥ ഒരുവിധം നേരെയായി വന്നു. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുന്നുമുണ്ട്. 4 പാടും വെള്ള നിറമുള്ള ഐസ് പാളികൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഐസ് പാളികൾ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുകയാണ്. 4 ദിക്കിലും ചക്രവാളത്തിൽ ആ മഞ്ഞുപാളികൾ ആകാശവുമായി ലയിക്കുന്നത് അവർക്ക് കാണാം. ആന്ധ്രയും ഫ്രാങ്ക്ലിനും സ്ട്രിംഗ്ബർഗും തങ്ങൾക്ക് അതിജീവിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അന്വേഷണം തുടങ്ങി. അവർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ആകെയുള്ളത് തണുത്തുറഞ്ഞ ഐസ് പാളികൾ മാത്രമായിരുന്നു. സ്ട്രിംഗ്ബർഗ് ആർട്ടിക്കിൽ അതിജീവനത്തിനായി പാടുപെടുമ്പോൾ അവന്റെ പ്രണയിനി അന്ന അവളുടെ കുടുംബ വീട്ടിൽ വേനലവധിക്കാലം ചിലവഴിക്കുകയായിരുന്നു. അവിടേക്ക് ആർട്ടിക്കിലേക്ക് യാത്ര പോയ ഹൈഡ്രജൻ ബലൂണും 3 യാത്രക്കാരും നോർത്ത് പോളിലേക്കുള്ള യാത്രക്കിടയിൽ കാണാതായി എന്ന ടെലഗ്രാം എത്തുന്നു. നീൽ സ്ട്രിംഗ്ബർഗിന്റെ പിതാവ് ഓസ്കാർ സ്ട്രിംഗ്ബർഗ് ആണ് ഈ ടെലഗ്രാം ആദ്യമായി വായിച്ചത്. വിവരമറിഞ്ഞ് അന്ന കരയാൻ തുടങ്ങി. നീൽസിന്റെ പിതാവ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ വാർത്ത കേട്ട് അന്ന തനിക്ക് എന്നേക്കുമായി നീൽസിനെ നഷ്ടപ്പെട്ടു എന്ന് കരുതി. അന്നയുടെ കരച്ചിൽ കണ്ട നീൽസിന്റെ പിതാവ് അവരെ തിരയാനുള്ള പദ്ധതികൾ തയ്യാറാകുന്നുണ്ടെന്നും അവർ ഉടൻ തന്നെ തിരിച്ചു വരുമെന്നും പറയുന്നു. അക്കാലത്ത് ആർട്ടിക് പ്രദേശവും ഉത്തര ധ്രുവവും ഒക്കെ വന്യമായ സ്ഥലമാണെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. അവിടെ ജനവാസം ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നീൽസ് ആർട്ടിക് അതിജീവിച്ച് തിരികെ വരുമെന്ന് പിതാവായ ഓസ്കാർ സ്ട്രിംഗ്ബർഗിന് തോന്നി. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അന്നയെ സമാധാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആന്ധ്രയും ഫ്രാങ്ക്ലിനും സ്ട്രിംഗ്ബർഗും യാത്ര പുറപ്പെട്ടിട്ട് 6 ദിവസങ്ങൾ കഴിഞ്ഞു. ജൂലൈ 18-ന് രാവിലെ അവർ കണ്ണു തുറന്നു. അവരുടെ കൈവശമുണ്ടായിരുന്ന മെസ്സേജ് ക്യാരി ചെയ്യുന്ന പ്രാവുകൾ എല്ലാം തന്നെ പറന്നുപോയിരുന്നു. അതായത് ഇനി അവർക്ക് പുറം ലോകവുമായി സമ്പർക്കം പുലർത്താൻ യാതൊരു വഴികളുമില്ല. ഈ 6 ദിവസങ്ങൾ അവർ കഴിഞ്ഞുകൂടിയത് ബലൂണിൽ ഉണ്ടായിരുന്ന സിൽക്ക് തുണികൾ ഉപയോഗിച്ചുള്ള ഒരു താൽക്കാലിക ടെന്റിലായിരുന്നു. ഈ ടെന്റിനുള്ളിൽ ഇരുന്നു കൊണ്ട് അവർ പരസ്പരം ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. ഏത് വഴിയാണ് ഇനി നമ്മൾ പോകേണ്ടത്? എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്? ഒരാഴ്ച മുഴുവൻ അവർ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആലോചിച്ചുകൊണ്ട് കടന്നുപോയി. അവർക്ക് ആകെയുണ്ടായിരുന്ന ആശ്വാസം അവരുടെ പക്കൽ ആവശ്യത്തിന് ആഹാര സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഉണക്കി പാക്ക് ചെയ്ത മീനും ടിന്നുകളിൽ പാക്ക് ചെയ്തിരുന്ന മറ്റു ഭക്ഷണ വസ്തുക്കളും അവരുടെ കയ്യിൽ ധാരാളം ഉണ്ടായിരുന്നു. ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന ആഹാരവും മറ്റ് ആവശ്യ വസ്തുക്കളും സ്ലൈഡറിൽ കെട്ടിവെച്ച് അവർ അവിടെ നിന്നും യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. അത്യാവശ്യം വേണ്ട മെഡിസിനും ഒരു തോക്കും വിസ്കി കുപ്പികളും ഒക്കെ അവർ കൂടെ കരുതി. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും തങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. കാരണം വേനൽക്കാലത്താണ് ആർട്ടിക് സമുദ്രത്തിൽ കപ്പലുകൾക്ക് സഞ്ചാരയോഗ്യമാകുന്നത്. കഴിഞ്ഞുപോയ 6 ദിവസങ്ങളും നിരന്തരമായി നീൽസ് അന്നയ്ക്ക് വേണ്ടി കത്തുകൾ എഴുതിയിരുന്നു. എഴുതിയ കത്തുകളിൽ അവർക്ക് അവിടെ നേരിടേണ്ടി വന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളെല്ലാം അവൻ വിവരിച്ചു. പ്രാവുകളെല്ലാം പറന്നുപോയതോടെ ഈ കത്തുകളൊന്നും തന്നെ അന്നയ്ക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. എങ്കിലും അദ്ദേഹം കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 6-ാം ദിവസം രാവിലെ അവർ സ്ലൈഡറിൽ അവശ്യ സാധനങ്ങൾ വെച്ചുകെട്ടി മനുഷ്യവാസമുള്ള പ്രദേശം തേടി യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുന്നു. കാരണം കയ്യിൽ ആഹാര സാധനങ്ങൾ ഉണ്ട് എങ്കിലും അവിടെ കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. തങ്ങൾ എവിടെയാണെന്നുള്ളത് പുറം ലോകത്ത് മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ തങ്ങളെ തേടി ഇവിടെ ആരും എത്തില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് സ്വയം ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് അവിടെ നിന്ന് മുന്നോട്ട് സഞ്ചരിച്ച് മനുഷ്യവാസമുള്ള സ്ഥലമോ കപ്പലോ കണ്ടെത്തുക എന്നതാണ് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഏക വഴി. അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന 3 സ്ലൈഡറുകളിലും അവർ ആവശ്യ സാധനങ്ങൾ വെച്ചുകെട്ടി.
ഓരോ സ്ലൈഡറിലും 200 കിലോ വെച്ചായിരുന്നു അവർ കെട്ടിവെച്ചത്. ഇതിൽ ഒരു സ്ലൈഡർ 3 പേരും ചേർന്ന് തള്ളി കുറച്ചു ദൂരം കൊണ്ടുപോകും. ശേഷം 3 പേരും തിരിച്ചു വന്ന് രണ്ടാമത്തെ സ്ലൈഡർ തള്ളി മുന്നോട്ട് കൊണ്ടുപോയി വെക്കും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നാണ് മൂന്നാമത്തെ സ്ലൈഡർ മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഈ രീതി അവരുടെ യാത്രയുടെ വേഗതയെ പ്രതികൂലമായി ബാധിക്കുന്നത് അവർ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, വേനൽക്കാലമാണ്. ഐസ് പാളികൾക്ക് പലയിടങ്ങളിലും കട്ടി കുറവാണ്. ഇത്ര ഭാരമുള്ള സ്ലൈഡറുകൾ തള്ളിക്കൊണ്ടു പോകുമ്പോൾ ഈ ഐസ് പൊട്ടി സ്ലൈഡറും സാധനങ്ങളും ഒക്കെ ആർട്ടിക് സമുദ്രത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇത് കൂടാതെ ഭാരക്കൂടുതൽ കാരണം ശരീരത്തിലെ കൂടുതൽ ഊർജം അവർക്ക് ചിലവഴിക്കേണ്ടി വരുന്നു. ആഹാരം കയ്യിലുണ്ടെങ്കിലും അത് വളരെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അവർ സ്ലൈഡറുകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വെയിറ്റ് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ സ്ലൈഡറിൽ കെട്ടിവെച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവർ ഒഴിവാക്കി. സ്ലൈഡറുകളുടെ ഭാരം കുറഞ്ഞതിന് ശേഷം അവർ യാത്ര മുന്നോട്ട് തുടർന്നു. ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുന്നത് വളരെ സൂക്ഷിച്ചു തന്നെയായിരുന്നു. കാരണം അബദ്ധവശാൽ കട്ടി കുറഞ്ഞ ഐസ് പാളികളിൽ ചവിട്ടിയാൽ അവിടെ പൊട്ടി സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പതിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ വെല്ലുവിളികൾ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നിട്ടും അവർ ആ ഐസ് പാളികളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും കാണുന്ന കാഴ്ചകളെക്കുറിച്ചും ഒക്കെ പഠനം നടത്താൻ ശ്രമിച്ചു. അപൂർവമായി കണ്ട സീലുകളുടെ ഫോട്ടോ എടുക്കാനും അത് രേഖപ്പെടുത്തി വെക്കാനും അവർ മറന്നതുമില്ല. ജൂലൈ 24-ന് നീൽസിന്റെ പ്രണയിനിയായ അന്നയുടെ പിറന്നാളായിരുന്നു. അവൾ ജന്മദിനം ആഘോഷിക്കാൻ സന്തോഷപൂർവ്വം തയ്യാറെടുക്കുകയാണ്. കാരണം തലേ ദിവസം നീൽസിന്റെ കൈപ്പടയിലുള്ള ഒരു കത്ത് മെസ്സേജ് കാരിയറായ ഒരു പ്രാവ് കൊണ്ടുവന്നത് അവൾക്ക് അധികാരികൾ കൈമാറിയിരുന്നു. യാത്ര തുടങ്ങി 10 മണിക്കൂറിന് ശേഷം നീൽസ് അയച്ച മെസ്സേജ് ആയിരുന്നു അത്. അതിൽ ഡേറ്റ് മെൻഷൻ ചെയ്തിരുന്നില്ല. ഞാൻ യാത്രയിലാണ്, ഒരുപാട് ക്ഷീണിതനുമാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവൾക്കായി എനിക്ക് ഒന്ന് പറയാനുണ്ട്. ഒന്നാമതായി, നിനക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. നിനക്ക് സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. നമ്മൾ ഉടൻ തന്നെ ഒന്നിച്ച് കണ്ടുമുട്ടും. ഈ കത്ത് ലഭിച്ചത് കാരണമാണ് അന്ന സന്തോഷവതിയായതും ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഈ സമയം ഐസ് പാളികളിലൂടെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു 3 പേരും. സ്ട്രിംബർഗിന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് അവർ 6 മുതൽ 7 ആഴ്ചകൾക്കുള്ളിൽ മനുഷ്യവാസമുള്ള ഏതെങ്കിലും ഒരു ദ്വീപിൽ എത്തിച്ചേരുമെന്ന് അവർ കണക്കുകൂട്ടി. എന്നാൽ അവർ നടന്നു നീങ്ങിയ ദിശയിൽ വലിയ മഞ്ഞുപലകൾ കാരണം അവരുടെ വേഗത വളരെയധികം കുറഞ്ഞു. മാത്രമല്ല, ആർട്ടിക് പോലെയുള്ള മഞ്ഞുപാളികളിൽ ട്രാക്കിംഗ് നടത്തുന്നതിന് ആവശ്യമായ ഗുണമേന്മയുള്ള ഒരു ബൂട്ട് പോലും 3 പേർക്കും ഉണ്ടായിരുന്നില്ല. ഇതിൽ സ്ട്രിംബർഗ് ഉപയോഗിച്ചിരുന്ന ഷൂസ് ബലൂൺ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ബൂട്ട് മാത്രമായിരുന്നു. ദിവസങ്ങൾ കടന്നു ചെല്ലുന്തോറും സ്ട്രിംബർഗിന്റെ കാലിൽ തണുപ്പ് കയറി മരവിക്കുകയും വീക്കം വയ്ക്കുകയും ചെയ്തു. വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഐസ് പാളികളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അതിലൊക്കെ ചവിട്ടുകയും അതിലൂടെ കടന്നു പോവുകയും ചെയ്തപ്പോൾ കൂടുതൽ വെള്ളം ഉള്ളിൽ ചെന്ന് സ്ട്രിംബർഗിന്റെ കാലുകൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലായി. ഇടയ്ക്ക് അവർ വിശ്രമിക്കുമ്പോൾ നീൽസ് തന്റെ കഴുത്തിൽ കിടന്ന മാലയുടെ ലോക്കറ്റ് തുറന്നു നോക്കും. അതിലുള്ള അവന്റെ പ്രിയതമയുടെ ഫോട്ടോ അവൻ അല്പനേരം നോക്കിയിരിക്കും. ആ ലോക്കറ്റിൽ അന്നയുടെ ഫോട്ടോ മാത്രമല്ല, അവളുടെ ഒരു മുടിയിഴയും നീൽ സ്ട്രിംബർഗ് സൂക്ഷിച്ചിരുന്നു. ഏതാണ്ടൊക്കെ സ്ട്രിംബർഗിന്റെ കാലുകളുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഫ്രാങ്ക്ലിന്റെയും. ഇരുവർക്കും മുന്നോട്ട് നടക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഒടുവിൽ സെപ്റ്റംബർ 8 ശീതകാലം അടുത്തടുത്ത് വന്നു തുടങ്ങി. ഫ്രാങ്ക്ലിന്റെയും സ്ട്രിംബർഗിന്റെയും കാലുകൾ വളരെ ഗുരുതരാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം മുന്നോട്ട് പോകാൻ സാധിക്കുകയുമില്ല. നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ഈ ശീതകാലം ഈ മഞ്ഞുപാളിയിൽ ചിലവഴിക്കാനായി തീരുമാനിക്കുന്നു. അതിനായി അവർ ഒരു ഐസ് ഹട്ട് നിർമ്മിക്കാനും തീരുമാനിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അതിവേഗത്തിൽ കുറഞ്ഞു വരികയും ചെയ്തു. എങ്കിലും ഇടയ്ക്കിടെ ധ്രുവക്കരടിയെയും സീലിനെയും വേട്ടയാടാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ അവർക്ക് ഭക്ഷണത്തിന്റെ കുറവൊന്നും ഉണ്ടായതുമില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവർ താമസിച്ചിരുന്ന ഐസ് ഹട്ടിനരികിൽ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മണം പിടിച്ച് കൂടുതൽ ധ്രുവക്കരടികൾ വരാൻ തുടങ്ങി. ഇവർ മൂവർക്കും അതൊരു അനുഗ്രഹമായി മാറി. അവർ ധ്രുവക്കരടിയെ വേട്ടയാടാനായി അതിനെ തേടി പോകേണ്ട ആവശ്യമില്ല. അവ തനിയെ ഹട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേട്ടയാടൽ വളരെ എളുപ്പമാണ്. ദിവസങ്ങൾ കടന്നുപോയി. ഭക്ഷണത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഐസ് ഹട്ട് ഇപ്പോൾ അവർക്ക് അവരുടെ വീടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഈ ഐസ് ഹട്ട് നിർമ്മിച്ചിരുന്ന സ്ഥലം പതിയെ വെടിച്ച് മാറാൻ തുടങ്ങി. ഹട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറി. വീണ്ടും അവർ ഒരു ഷെൽട്ടർ ഇല്ലാത്ത അവസ്ഥയിലായി. പക്ഷേ എങ്കിലും അടുത്ത വേനൽക്കാലം വരെ പിടിച്ചു നിൽക്കാൻ ഭക്ഷണത്തിനായി അവർ ധ്രുവക്കരടികളെയും സീലുകളെയും വേട്ടയാടുന്നത് തുടർന്നു. അങ്ങനെ വേട്ടയാടുന്നതിനിടയിൽ ഒരു ദിവസം സാൽമൺ ഭൂപടത്തിൽ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആരും അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ദ്വീപ് കാണുന്നു. അതൊരു ഏകാന്ത ദ്വീപായിരുന്നു. അവിടെ എത്തിയ ആന്ത്രയും സ്ട്രിംബർഗും ഫ്രാങ്ക്ലിനും ഈ ദ്വീപിന് ക്വിറ്റോവ അഥവാ വൈറ്റ് ഐലൻഡ് എന്ന പേര് നൽകി. ഈ ദ്വീപ് ഇന്നും ഈ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അവർ വീണ്ടും അവരുടെ യാത്ര തുടങ്ങി. എങ്കിലും അവർ കാനഡയിലോ റഷ്യയിലോ അവർ യാത്ര പുറപ്പെട്ട ദ്വീപിലോ ചെന്നെത്തിയില്ല. ആർട്ടിക്കിലെ അനന്തമായ മഞ്ഞുപാളികളിൽ കൂടി അതികഠിനമായ തണുപ്പിനെ നേരിട്ടുകൊണ്ട് അവർ അവരുടെ യാത്ര എങ്ങോട്ടെന്നില്ലാതെ തുടർന്നുകൊണ്ടിരുന്നു. എപ്പോഴോ വന്നു മൂടിയ ഹിമക്കാറ്റിനിടയിൽ അവർ 3 പേരും അപ്രത്യക്ഷരായി.
1898 വേനൽക്കാലത്ത് ഒരു ബലൂണിൽ ആർട്ടിക് മറികടക്കാൻ യാത്രയായ 3 സാഹസികരെയും കാണാതെയായിട്ട് ഒരു വർഷം പിന്നിട്ടു. അന്നയും നീൽസിന്റെ സഹോദരനും അച്ഛനും സുഹൃത്തുക്കളും ഒക്കെ ഈ ടീമിന് എന്താണ് സംഭവിച്ചത് എന്ന് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ അതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ഇതിനിടയിൽ സൈബീരിയയിലെ ഒരു ഏകാന്ത ദ്വീപിൽ കുടിലിൽ നിന്നും 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സ്വാൽബോർഡിൽ വാർത്ത പടർന്നിരുന്നു. മാത്രമല്ല ഇംഗ്ലണ്ടിൽ ഒരു കാരിപ്രാവിന്റെ മെസ്സേജ് വന്നു എന്നും അതിൽ 3 ഉടനെ തിരിച്ചെത്തുമെന്നും വാർത്തകൾ പടർന്നു. പക്ഷേ ഇതിനൊന്നും ഒരു അടിസ്ഥാനമോ തെളിവോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1906 നീൽസിനെയും സംഘത്തെയും മരണപ്പെട്ടതായി സർക്കാർ പ്രഖ്യാപിക്കുന്നു. 3 ബന്ധുക്കൾക്ക് അവർ ഇനി തിരിച്ചു വരില്ല എന്നുള്ള സത്യം അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷവും നീൽസിന്റെ പ്രണയിനിയായ അന്ന വർഷങ്ങളോളം നീൽസിനെ കാത്തിരിക്കുന്നു. ഒടുവിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കേണ്ടി വന്നു. ഇംഗ്ലീഷുകാരനായ ഗിൽബർട്ട് ഹോർട്രി എന്ന ഒരു ഫ്രഞ്ച് അധ്യാപകനായിരുന്നു അന്നയെ വിവാഹം കഴിച്ചത്. വിവാഹത്തിന് ശേഷം ഇരുവരും യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് താമസം മാറി. അവിടെ പ്രൊഫഷണൽ പിയാനിസ്റ്റായി അന്ന അവളുടെ സ്വപ്നം നിറവേറ്റുകയും ചെയ്തു. അപ്പോഴും സ്വീഡനിൽ ഉള്ള നീൽസിന്റെ അച്ഛനും അമ്മയ്ക്കും അവൾ സ്ഥിരമായി കത്തുകൾ എഴുതാറുണ്ട്. അന്നയ്ക്ക് കുട്ടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. 1930 വേനൽക്കാലം. ആർട്ടിക്കിന്റെ ചരിത്രത്തിലെ അവിശ്വസനീയമാംവിധം ചൂട് വർദ്ധിച്ച ഒരു വർഷമായിരുന്നു അത്. ഈഗിൾ എന്ന ബലൂണും അതിലെ 3 യാത്രക്കാരും ആർട്ടിക് മഞ്ഞുപാളികളിൽ മറഞ്ഞു പോയിട്ട് 33 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ക്വാവിറ്റ ദ്വീപ് ആർട്ടിക് വടക്കൻ പ്രദേശങ്ങളിലെ മനുഷ്യന് ഏറ്റവും അപ്രാപ്യമായ ദ്വീപുകളിൽ ഒന്ന് തന്നെയായിരുന്നു അന്നും. ഒഴുകുന്ന ഐസ് പാളികളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ദ്വീപാണ് ക്വാവിറ്റ. എങ്കിലും 1930 അപ്രതീക്ഷിതമായ ചൂടിന്റെ ഫലമായി ഈ മഞ്ഞുപാളികൾ എല്ലാം തന്നെ ഉരുകി മാറി. ഈ സമയത്താണ് നോർവീജിയൻ ജിയോളജിസ്റ്റായ ഗണ്ണർ ഹോണിന്റെ പര്യവേഷണ സംഘം ഈ ദ്വീപിന്റെ തെക്കു ഭാഗത്തു കൂടി കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ കപ്പലിൽ പര്യവേഷക സംഘം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. നിരവധി സീലുകളെയും ധ്രുവക്കരടികളെയും വേട്ടയാടുന്നവരും അതിൽ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഗണ്ണർ ഹോൺ ഒഴികെ ടീമിൽ ഉണ്ടായിരുന്നവർ 18നും 23നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്ധ്രയുടെ ബലൂൺ പര്യവേഷണത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്തവരായിരുന്നു അവർ. ഈ ദ്വീപിനടുത്ത് വെച്ച് ഇവരിൽ ഒരാൾ വെടിവെച്ചിട്ട ധ്രുവക്കരടി എടുക്കുന്നതിനായി അവർ ക്വാവിറ്റ ദ്വീപിൽ കപ്പലടിപ്പിക്കുന്നു. എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ഈ ക്വാവിറ്റ ദ്വീപിനെ പറ്റി പഠനം നടത്താൻ കപ്പലിലെ പര്യവേഷകർ തീരുമാനിക്കുന്നു. അങ്ങനെ ക്വാവിറ്റ ദ്വീപിൽ പര്യവേഷണം നടത്തിക്കൊണ്ടിരുന്ന പര്യവേഷകർക്ക് ആ ദ്വീപിൽ മനുഷ്യ സാന്നിധ്യം തെളിയിക്കുന്ന ചില തെളിവുകൾ ലഭിച്ചു. ഇത് അവർ വളരെ ഞെട്ടലോടെ തന്നെയാണ് തിരിച്ചറിഞ്ഞത്. യുവാക്കളായ പര്യവേഷകർ ദ്വീപിൽ കൂടുതൽ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചു. കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ ചെറിയൊരു ഐസ് കുന്നിന്റെ അരികിലായി ഒരു ഇരുണ്ട രൂപം കാണുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതൊരു ചെറിയ ബോട്ടാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനടുത്തായി സ്ലൈഡറിൽ കെട്ടിവെച്ച തണുത്ത് മരവിച്ച നിറയിൽ കുറെ സാധനങ്ങളും അവർ കണ്ടു. ഇതോടെ ഇത് കണ്ട ചെറുപ്പക്കാർ കപ്പലിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഗണ്ണർ ഹോണിനെ വിവരമറിയിക്കുന്നു. അവിടേക്ക് വന്ന ക്യാപ്റ്റൻ ഗണ്ണർ ഹോൺ മഞ്ഞുപാളികളിൽ തണുത്തുറഞ്ഞ നിലയിൽ കണ്ടെത്തിയ സാധനങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. സ്ലൈഡറിൽ കെട്ടിവെച്ചിരുന്ന സാധനങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന ഐസ് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് കൊണ്ട് ക്യാപ്റ്റൻ ഗണ്ണർ ചുരണ്ടി മാറ്റി. അതിൽ ആന്ധ്ര പര്യവേഷണം 1897 എന്ന് എഴുതിയത് തെളിഞ്ഞു വന്നു. ഈ ക്യാപ്റ്റൻ ഗണ്ണർ ആന്ധ്ര നയിച്ച ഈ ബലൂൺ യാത്രയെപ്പറ്റി കേട്ടിരുന്നു. ഇതോടെ തന്റെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് 33 വർഷമായി ലോകം കാത്തിരിക്കുന്ന ചരിത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അതിൽ ആരും തുടരുതെന്ന് പറഞ്ഞു. അവിടെ കൂടി നിന്ന ചെറുപ്പക്കാരെയൊക്കെ മാറ്റി നിർത്തി. ക്യാപ്റ്റൻ ഗണ്ണർ ഈ ബലൂൺ എക്സ്പെഡീഷൻ യാത്രക്കാരെ കണ്ടെത്തിയതോടുകൂടി ഗണ്ണറിന്റെ യാത്ര ചരിത്രത്തിൽ രേഖപ്പെട്ട് കഴിഞ്ഞുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ടീമിലുണ്ടായിരുന്ന ക്യാമറമാനെ വിളിച്ച് തന്റെ ഈ കണ്ടെത്തൽ അദ്ദേഹം ചിത്രങ്ങളാക്കി മാറ്റി. കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ അപ്പോഴും അടുത്തുള്ള സ്ഥലങ്ങളിൽ നടന്ന് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തിരയുകയായിരുന്നു. അപ്പോഴാണ് ഒരാളുടെ നിലവിളി അവിടെ ഉയർന്നു കേട്ടത്. നിലവിളിച്ചത് ക്യാപ്റ്റൻ ഗണ്ണറിന്റെ ടീമിലുള്ള ഒരു യുവാവ് തന്നെയായിരുന്നു. തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ യുവാവ് ഈ സാധനങ്ങൾ കിട്ടിയിടത്തു നിന്നും 100 മീറ്റർ മാറി ഒരാൾ പാറയിൽ ചാരിയിരിക്കുന്നത് കണ്ടിട്ടാണ് നിലവിളിച്ചത്. തണുത്ത് മരവിച്ച് ഒരു ഐസായി മാറിപ്പോയ ഒരു മനുഷ്യന്റെ ശരീരമായിരുന്നു അത്. ഈ ശരീരം പരിശോധിച്ച ഗണ്ണർ അത് സാൽമൺ ആന്ത്രയുടെ ശരീരമാണെന്ന് മനസ്സിലാക്കി. ഒരു പാറയിൽ ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു സാൽമൺ ആന്ത്രയുടെ ശരീരം കണ്ടെടുത്തത്. അവിടെ വീണ്ടും പരിശോധന നടത്താൻ ഗണ്ണർ ഓർഡർ നൽകി. അങ്ങനെ പരിശോധനയ്ക്കിടയിൽ ഒരു നീളമുള്ള കല്ല് കുത്തിവെച്ചിരിക്കുന്നത് അവർ കണ്ടു. അതൊരു ശവക്കല്ലറയാകാമെന്ന് അവർക്ക് മനസ്സിലായി. അവർ അവിടെ കുഴിച്ചു നോക്കാൻ തുടങ്ങി. അധികം അവർക്ക് കുഴിക്കേണ്ടി വന്നില്ല. ഒരടി കുഴിച്ചപ്പോൾ തന്നെ ഒരു മൃതദേഹം അവർക്ക് ലഭിച്ചു. തണുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ കേടുപാടുകൾ ആ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല. ആ മൃതദേഹം പരിശോധിച്ച ഗണ്ണറിന് അതിന്റെ കഴുത്തിൽ നിന്നും ലവ് ചിഹ്നം ലോക്കറ്റായിട്ടുള്ള ഒരു മാല ലഭിച്ചു. അതാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ കഥയിലെ അന്ന എന്ന പ്രണയിനി കാത്തിരിക്കുന്ന, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ജീവനോടെ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അന്നയുടെ നീൽ സ്ട്രിംഗ്ബർഗിന്റെ ശരീരമായിരുന്നു അത്. അങ്ങനെ ഗണ്ണറിന്റെ നേതൃത്വത്തിൽ വന്ന പര്യവേഷണ സംഘം ചരിത്രത്തിൽ കുറിക്കപ്പെട്ടു. കാരണം 33 വർഷമായി കാണാതെയാകപ്പെട്ട 3 സാഹസിക യാത്രികരിൽ 2 പേരുടെ മൃതദേഹം, അവർ ഉപയോഗിച്ച ബോട്ട്, അവരുടെ സ്ലൈഡർ, പിന്നെ
അവർ ഉപയോഗിച്ച കുറെ സാധനങ്ങൾ, ഇതെല്ലാം കണ്ടെത്തി ഒരു വലിയ നിഗൂഢതയ്ക്ക് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് അവർ. വലിയ തകരാറുകളൊന്നും പറ്റാതെ തന്നെ അവരുടെ സാധനങ്ങളും രണ്ടുപേരുടെ മൃതദേഹവും ഐസിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ അവർക്ക് ദിവസങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നു. മൂന്നാമത്തെ ആളുടെ, അതായത് ന്യൂട്ട് ഫ്രാങ്ക്ലിന്റെ മൃതദേഹം കണ്ടെത്താൻ അവർക്ക് ആഴ്ചകൾ ദ്വീപിൽ ചെലവഴിക്കേണ്ടി വന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്കതിന് സാധിച്ചതുമില്ല. ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹങ്ങളും സാധനങ്ങളും സ്വീഡനിൽ എത്തിക്കാൻ ഗണ്ണർ തീരുമാനിക്കുന്നു. ശേഷം തിരികെ വന്ന് ന്യൂട്ട് ഫ്രാങ്ക്ലിന്റെ ശരീരം തിരയാനും അദ്ദേഹം തീരുമാനമെടുത്തു. പക്ഷേ എല്ലായ്പ്പോഴും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ദ്വീപല്ല ഈ ക്വാവിറ്റ. ഇവർ ചെന്നെത്തിയ വർഷം സാധാരണയിലും അധികം ചൂടുള്ളത് കൊണ്ടാണ് അവർക്ക് അവിടെ ചെന്നെത്താൻ സാധിച്ചതും ബലൂൺ എക്സ്പെഡീഷന്റെ അന്ത്യം കണ്ടെത്താൻ കഴിഞ്ഞതും. ഇനി അങ്ങനെ ഒരു കാലാവസ്ഥ എന്നാണ് വരുന്നതെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എന്തായാലും അവർ തിരികെ മടങ്ങാൻ തന്നെ തീരുമാനിക്കുന്നു. ഈ ഗണ്ണർ നയിക്കുന്ന പരിവേഷണ സംഘത്തിന്റെ കപ്പൽ തിരികെ പോകുന്ന വഴിക്ക് അധികം ദൂരം പിന്നീട് മുൻപ് തന്നെ ആർട്ടിക് സമുദ്രത്തിലേക്ക് യാത്ര തിരിച്ച ഒരു പത്രപ്രവർത്തകനായ ന്യൂട്ട് സ്റ്റ്യൂബൻഫോർട്ട് എന്നയാളുടെ കപ്പലിൽ ഉള്ളവരുമായി കണ്ടുമുട്ടുന്നു. ഗണ്ണർ ഹോണിന്റെ കപ്പൽ കണ്ടെത്താനും അദ്ദേഹവുമായി ഒരു പ്രത്യേക അഭിമുഖം നടത്താനുമാണ് ഈ പത്രപ്രവർത്തകനായ ന്യൂറ്റ് യാത്ര പുറപ്പെട്ടത്. അദ്ദേഹം ഗണ്ണർ ഹോണിനെ കണ്ട് അഭിമുഖമൊക്കെ നടത്തി. കാര്യങ്ങൾ അറിഞ്ഞ ന്യൂറ്റ് അവർ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരവുമായാണ് തിരികെ വരുന്നതെന്ന് മനസ്സിലാക്കി. പക്ഷേ ഇനിയും ഒരാളുടെ മൃതദേഹം ആ ദ്വീപിലുണ്ടെന്നറിഞ്ഞ അദ്ദേഹം അപ്പോൾ തന്നെ തന്റെ കപ്പലിൽ ക്വിറ്റോവ ദ്വീപിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. വഴികാട്ടിയായി ഗണ്ണർ തന്റെ ക്യാമറാമാനെ അദ്ദേഹത്തിനൊപ്പം അയക്കാനും തയ്യാറാകുന്നു. അങ്ങനെ നീൽ സ്ട്രിംഗ്ബർഗിന്റെയും സാൽമൻ ആൻഡ്രയുടെയും മൃതദേഹവും അവർ ഉപയോഗിച്ച ബോട്ടും സാധനങ്ങളും ഒക്കെയായി ഗണ്ണർ ഹോൺ സ്വീഡനിലേക്ക് യാത്രയാകുന്നു. പത്രപ്രവർത്തകനായ സ്റ്റുഡൻഡോർഫ് ഫ്രാങ്ക്ലിന്റെ മൃതദേഹം തേടി ക്വിറ്റോവ ദ്വീപിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. സ്റ്റുഡൻഡോർഫും ടീമും 9 ദിവസം യാത്ര ചെയ്താണ് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത്. അപ്പോഴും ക്വിറ്റോവ ദ്വീപിന്റെ 4 വശവും കപ്പൽ അടുപ്പിക്കാൻ പറ്റുന്ന കാലാവസ്ഥ തന്നെയായിരുന്നു. അവർ കപ്പലടുപ്പിച്ചു. ക്വിറ്റോവ ദ്വീപിൽ അവർ വീണ്ടും തിരച്ചിലുകൾ ആരംഭിച്ചു. ആന്ധ്ര പരിവേഷണത്തിന്റെ കൂടുതൽ ശേഷിപ്പുകൾ അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. പക്ഷേ ഫ്രാങ്ക്ലിന്റെ മൃതദേഹം മാത്രം ദിവസങ്ങൾ തിരഞ്ഞിട്ടും അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ അവർ തിരികെ പോകാനുള്ള തീരുമാനമെടുക്കുന്നു. തിരികെ പോകാനുള്ള ദിവസം രാവിലെ അവർ ഒരിക്കൽ കൂടി ആ ദ്വീപിൽ ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് കുത്തിയ ഐസ് പിക്ക് അവിടെ നിന്നും തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. എവിടെയോ ഉടക്കിപ്പോയതുപോലെ തോന്നി. ഒടുവിൽ ശക്തിയായി ഐസ് പിക്കർ വലിച്ചെടുത്ത ഐസ് പിക്കറിൽ കുടുങ്ങിയിരുന്ന തുണി അവർ ശ്രദ്ധിച്ചു. അവിടുത്തെ ഐസ് അവർ അല്പം മാറ്റി നോക്കി. അതെ, അതൊരു മൃതദേഹമായിരുന്നു. അവർ തേടി വന്ന മൂന്നാമൻ ന്യൂട്ട് ഫ്രാങ്ക്ലിന്റെ മൃതദേഹം തന്നെയായിരുന്നു അത്. അങ്ങനെ ബലൂൺ പരിവേഷണ യാത്രയിൽ കാണാതായ 3 പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മൃതദേഹങ്ങൾ മാത്രമല്ല, അവർ ആ യാത്രയിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി വെച്ച ഡയറിയും അവർ എടുത്ത ചിത്രങ്ങളും അടക്കം നിരവധി വസ്തുക്കൾ വീണ്ടെടുക്കാൻ സാധിച്ചു. നീൽ സ്ട്രിംഗ്ബർഗിന്റെ മൃതദേഹം എടുത്തെടുത്തു നിന്നും അദ്ദേഹത്തിന്റെ പ്രണയിനി അന്ന അദ്ദേഹത്തിന് സമ്മാനിച്ച മോതിരവും കണ്ടെടുത്തു. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോൾ അന്നയ്ക്ക് 59 വയസ്സുണ്ട്. ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു ആ സമയത്ത് അവർ താമസിച്ചിരുന്നത്. നീൽസിന്റെ മൃതദേഹം കണ്ടെത്തിയത് അറിഞ്ഞ അന്ന സ്വീഡനിൽ എത്തുകയും നീൽസിന്റെ ബന്ധുക്കളെ സന്ദർശിക്കുകയും ചെയ്തു. 3 സാഹസികയാത്രികരുടെയും മൃതദേഹം സ്വീഡിഷ് ജനത വളരെ ആദരപൂർവ്വം തന്നെയാണ് സ്വീകരിച്ചത്. അവരെ പ്രത്യേക ബഹുമതിയോടുകൂടി തന്നെ സ്വീഡിഷ് ജനത സ്വാഗതം ചെയ്തു. ഈ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനാണ് സ്വീഡിഷ് അധികാരികൾ തീരുമാനിച്ചത്. അത് ആന്ധ്രയുടെ പ്രത്യേക ഇഷ്ടപ്രകാരമാണെന്നും കരുതപ്പെടുന്നു. ഈ ആന്ധ്രയെ തന്റെ മൃതദേഹം ദഹിപ്പിക്കണമെന്ന് എഴുതി വെച്ചിട്ടുള്ളതായി പരാമർശമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ട്രിംഗ്ബർഗിന്റെയും ഫ്രാങ്ക്ലിന്റെയും അഭിപ്രായം എന്താണെന്ന് ആർക്കും അറിയില്ല. എങ്കിലും അവരെ അവരുടെ പരിവേഷണ നായകന്റെ ഒപ്പം ഒരേ രീതിയിൽ, അതായത് 3 പേരെയും ദഹിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. ആധുനികപരമായി ഫോറൻസിക് ടെസ്റ്റുകളൊന്നും അവരുടെ ശരീരത്തിൽ നടത്തിയിരുന്നില്ല. അവരുടെ മരണത്തിന്റെ ദുരൂഹത പരിഹരിക്കാൻ സഹായിക്കുന്ന എല്ലുകളോ മുടിയോ ഒന്നും തന്നെ ഇന്ന് ലോകത്ത് ശേഷിച്ചിട്ടില്ല. വളരെ ആരോഗ്യവാന്മാരായ ഈ 3 പേർക്കും എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അവർ മരിച്ചത്? ആന്ധ്രയും ഫ്രാങ്ക്ലിനും ചേർന്ന് അവർക്കാകുന്ന രീതിയിൽ മാന്യത നൽകി ശവസംസ്കാരം നടത്തിയ നീൽ സ്ട്രിംഗ്ബർഗ് ആണ് അവരുടെ കൂട്ടത്തിൽ ആദ്യം മരണപ്പെട്ടത് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് വ്യക്തമല്ല. ഈ സാഹസിക യാത്രികരുടെ മൃതദേഹങ്ങൾക്കരികിൽ നിന്നും ഡയറികളും ചില കുറിപ്പുകളും ഇവർക്ക് ലഭിച്ചിരുന്നു. അതിൽ നിന്നും അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചില കാര്യങ്ങളിൽ വ്യക്തത ലഭിച്ചു. 3 പേരും വളരെ ആരോഗ്യവാന്മാരായിരുന്നു. എന്നാൽ മഞ്ഞുമൂടിയ മരുഭൂമിയിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ജീവിതത്തിൽ അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിചിത്രമായ ശാരീരിക പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അവർക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ സസൂക്ഷ്മമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചു. അവർ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, അസുഖങ്ങൾ വന്നപ്പോൾ അവർ മരുന്നിനായി എന്താണ് കഴിച്ചത്, അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, ഓരോ ദിവസത്തെയും താപനില, അങ്ങനെ ദൈനംദിനമുള്ള കാര്യങ്ങളൊക്കെ അവർ എഴുതി സൂക്ഷിച്ചു. 1897 ജൂലൈ 12 ബലൂണിൽ യാത്ര തിരിക്കുമ്പോൾ അവർ 3 പേരും ഉന്മേഷവാന്മാരും അവർ നടത്തുന്ന യാത്രയിൽ വളരെയധികം അഭിമാനിക്കുന്നുവെന്നും ആന്ധ്രയുടെ കുറിപ്പുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ അവരുടെ ഈഗിൾ എന്ന ബലൂൺ തകർന്നതിന് ശേഷം 2ാമത്തെ ദിവസം സ്ട്രീംബർഗിന് വായു സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുന്നു. കുറച്ചു
ദിവസം കൂടി കഴിഞ്ഞപ്പോൾ 3 പേർക്കും തളർച്ച അനുഭവപ്പെട്ടു. അക്കാലത്ത് അവർ ഉപ്പുള്ള ഈ സമുദ്രജലത്തിന്റെ ഐസിൽ ഉറച്ചുപോയ മരണപ്പെട്ട ധ്രുവക്കരടിയുടെ മാംസം കഴിച്ചു. നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന അവരുടെ ബൂട്ടുകൾ നനഞ്ഞു. ഫ്രാങ്ക്ലിന്റെ കണ്ണുകൾക്ക് അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന സ്നോ ബ്ലൈൻഡ്നെസിന്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. വേട്ടയാടിയ കരടിയുടെ മാംസം സൂക്ഷിച്ചു വെച്ചും ചുമന്നുകൊണ്ടുമാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. ഓഗസ്റ്റ് ആയതോടെ ഈ മാംസം റബ്ബർ ബൂട്ട് പോലെ, അതായത് തുകൽ കൊണ്ടുണ്ടാക്കുന്ന റബ്ബർ ബൂട്ടിനെ പോലെ രുചിച്ചു എന്ന് ആന്ത്രെ കുറിച്ചിരുന്നു. ഓഗസ്റ്റ് 8-ന് 3 പേർക്കും ജലദോഷവും മൂക്കൊലിപ്പും അനുഭവപ്പെടുന്നു. അതിന്റെ അടുത്ത ദിവസം ഫ്രാങ്ക്ലിന് കടുത്ത വയറുവേദന, ലൂസ് മോഷൻ ഒക്കെ പിടിപെട്ടു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് കൂടുതലും ഡയറിയിൽ കുറിക്കപ്പെട്ടത്. ഇതിൽ അതിശയകരമായ ഒന്ന്, സാധാരണ ആർട്ടിക് പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവർക്കുണ്ടാകുന്ന ഹൈപ്പോതെർമിയ, ന്യൂമോണിയ ഒന്നും ഇവരെ ആദ്യം ബാധിച്ചിരുന്നില്ല എന്നതാണ്. ഓഗസ്റ്റ് 10-ന് ആന്ത്രെ ഒരു പെൺ ധ്രുവക്കരടിയെയും അതിന്റെ 2 കുഞ്ഞുങ്ങളെയും വേട്ടയാടുന്നു. അപ്പോഴേക്കും 3 പേരും വേട്ടയാടുന്ന മൃഗങ്ങളുടെ മാംസങ്ങൾ മാത്രമല്ല കഴിച്ചിരുന്നത്, അതിന്റെ എല്ലാ ആന്തരിക അവയവങ്ങളും അവർ ഭക്ഷിച്ചു. ഓഗസ്റ്റ് 15 ആയപ്പോഴേക്കും 3 ദഹന പ്രശ്നങ്ങൾ ഉണ്ടായി. മാത്രമല്ല വേട്ടയാടുന്നതിനിടയിൽ സ്ട്രിംഗ്ബർഗിന്റെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓഗസ്റ്റ് അവസാനത്തോടെ ഇവർ മാംസം പച്ചയായി കഴിച്ചു തുടങ്ങി. ദിവസങ്ങൾ ഇത് തുടർന്നപ്പോൾ പച്ചമാംസം രുചികരമായ ഒരു ഭക്ഷണമായി അവർക്ക് തോന്നി. അതേസമയം തന്നെ സ്ട്രിംഗ്ബർഗിനും ഫ്രാങ്ക്ലിനും കാലുകൾക്ക് കഠിനമായ വേദന അനുഭവപ്പെട്ടു. അവർ അവശരായി കഴിഞ്ഞിരുന്നു. തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിനായി കൊന്ന ധ്രുവക്കരടിയുടെ തുകൽ അവർ ശരീരത്തിൽ ചൂടി. സെപ്റ്റംബർ ആദ്യം തന്നെ സ്ട്രിംഗ്ബർഗിന്റെ കാലിന്റെ വേദന വളരെയധികം കൂടി. ഇതോടെ ആന്ത്രെ അവനെ പരിചരിക്കാനുള്ള ശ്രമം നടത്തി. മസാജ് ചെയ്തും മറ്റും കാല് നേരെയാക്കാൻ ശ്രമം നടത്തി. പക്ഷേ അതൊന്നും ഫലവത്തായില്ല. അതിനുശേഷം 3 വേട്ടയാടിയ ഒരു സീലിനെ ആഹാരമാക്കി. ഈ സീലിന്റെ കരളും കുടലും ഒക്കെ അവർ ഭക്ഷിച്ചു. അത് കാരണം വിറ്റാമിൻ എയുടെ അളവ് അവരുടെ ശരീരത്തിൽ അമിതമായ അളവിൽ കൂടുന്നു. മാത്രമല്ല ഇത് ബോട്ടിലിസത്തിലേക്ക് അവരെ നയിക്കാനും കാരണമായി. പാകം ചെയ്യാതെ മൃഗങ്ങളുടെ കരളും കുടലും ഒക്കെ ഭക്ഷിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഈ യുവാക്കൾക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. ഒക്ടോബർ 15-നാണ് ആന്ത്രയും സ്ട്രിംഗ്ബർഗും ഫ്രാങ്ക്ലിനും ക്വിറ്റോയ ദ്വീപിൽ എത്തിയത്. ദ്വീപിൽ എത്തിച്ചേർന്നുവെങ്കിലും അവരുടെ കാലുകൾ നിരന്തരം നനഞ്ഞു തന്നെയാണ് ഇരുന്നത്. തണുപ്പുള്ള പ്രദേശത്ത് കാൽ നനഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ കാലിനെ ഐസ് ബാധിക്കും. കാലിലെ രക്തയോട്ടം ഘട്ടം ഘട്ടമായി ഇല്ലാതെയാകും. ഇത് കാരണം അവിടെയുള്ള മാംസം നീല കളറിൽ വരികയും അതിയായ വേദന അനുഭവപ്പെടുകയും ക്രമേണ കാലുകൾ അഴുകാൻ ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു മനുഷ്യന് സംഭവിച്ചാൽ അത് കാലിലായാലും കയ്യിലായാലും അത് മുറിച്ചു മാറ്റുക എന്നത് മാത്രമാണ് ചികിത്സാ രീതി. ഈ യാത്രയുടെ തുടക്കത്തിൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ള വ്യക്തി എന്ന് കരുതിയ നീൽ സ്ട്രിംഗ്ബർഗ് തന്നെയാണ് കൂട്ടത്തിൽ കൂടുതൽ മോശാവസ്ഥയിലേക്കായത്. അദ്ദേഹം തന്റെ കാലുകൾ നീല കളറാകുന്നതും മുറിവുകൾ വന്ന് അഴുകുന്നതുമൊക്കെ അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറിച്ചിരുന്നു. സ്ട്രിംഗ്ബർഗ് തന്റെ ഡയറിയിലെ അവസാന എൻട്രി ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 8-ാം തീയതിയാണ്. നിർഭാഗ്യവശാൽ ഈ ഡയറി കണ്ടെത്തുമ്പോൾ തന്നെ നനഞ്ഞു കുതിർന്ന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. മുഴുവനായും വായിച്ചെടുക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു. ഇവർ ആഹാരം പാകം ചെയ്യുന്നതിനായി കൂടെ കൊണ്ടുപോയ പ്രൈമർ സ്റ്റൗ തുടക്കത്തിൽ തന്നെ കേടുപാട് വന്ന് നശിച്ചിരുന്നു. ക്വിറ്റോയിൽ നിന്നും ഈ 3 യാത്രികരെയും കണ്ടെടുത്ത ശേഷം അവരുടെ ശരീരം വിശദമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 3 പേരുടെയും ശരീരത്തിൽ എല്ലുകൾക്ക് ഒടിവുകളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. പക്ഷേ ഫ്രാങ്ക്ലിന്റെ ശരീരം പൂർണ്ണമായും ഉണ്ടായിരുന്നില്ല. അതിൽ ചില ഭാഗങ്ങൾ ധ്രുവക്കരടി ഭക്ഷിച്ചതായി കണക്കാക്കുന്നു. പക്ഷേ ഇദ്ദേഹം മരിക്കുമ്പോൾ കാലിൽ ബൂട്ടുകളോ കയ്യിൽ ഗ്ലൗസുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആന്ത്രയുടെ മുൻ പോക്കറ്റിൽ നിന്നും സ്ട്രിംഗ്ബർഗിന്റെ പ്രണയിനിയായ അന്നയുടെ ഫോട്ടോയുള്ള ലോക്കറ്റും കണ്ടെത്തി. സ്ട്രിംഗ്ബർഗിന്റെ നെറ്റിയിൽ ഒരു നാണയത്തിന്റെ വലിപ്പമുള്ള വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരമുണ്ടായിരുന്നു. അക്കാലത്ത് മൃതദേഹങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിന്റെ സാമ്പിളുകൾ ഒന്നും തന്നെ ശേഖരിച്ച് വെച്ചിട്ടുമില്ല. ആന്ത്രയുടെയും ഫ്രാങ്ക്ലിന്റെയും മരണം നീൽ സ്ട്രിംഗ്ബർഗിന്റെ മരണത്തെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു. ആദ്യം അനുമാനിച്ചതുപോലെ തന്നെ സ്ട്രിംഗ്ബർഗ് ആണ് ആദ്യം മരണപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഫ്രാങ്ക്ലിൻ ഉറക്കത്തിലാണ് മരണപ്പെട്ടതെന്നും കരുതപ്പെടുന്നു. ഇതോടെ കൂടെയുണ്ടായിരുന്ന 2 പേരും മരണപ്പെട്ടപ്പോൾ ഇനി തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ആരും വരാനുള്ള സാധ്യതയില്ല എന്ന് ആന്ത്രെ കരുതിയിരിക്കണം. ഒക്ടോബറിലായിരിക്കണം ആന്ത്രെ മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ശരീരം ഒരു പാറയിൽ ചാരിയിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ അരികിൽ ഒരു തോക്കും ബുള്ളറ്റുകളും ഉണ്ടായിരുന്നു. സ്ട്രിംഗ്ബർഗിന്റെ മരണം ഒരു ധ്രുവക്കരടിയുടെ ആക്രമണം മൂലമാണ് ഉണ്ടായതെന്നും കരുതപ്പെടുന്നു. കാരണം മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ നിലയിലായിരുന്നു. മാത്രമല്ല ശരീരത്തിൽ ആക്രമിച്ചതിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു. സ്ട്രിംഗ്ബർഗ് ഒരു ദിവസം കരടിയെ ഓടിക്കുന്നതിനായി അവരുടെ ഐസ് ഹട്ട് വിട്ട് പുറത്തേക്ക് പോയതായും ആയുധം കൂടെ കൊണ്ടുപോയിട്ടില്ല എന്നും ആന്ത്രയുടെ ഡയറിയിൽ കുറിച്ചിരുന്നു. ഫ്രാങ്ക്ലിന് കാലിലുണ്ടായ നീര് കാരണം അതിയായ വേദന ഉണ്ടായിരുന്നു. സഹിക്കാൻ വയ്യാത്ത വേദന കാരണം അദ്ദേഹം പെയിൻ കില്ലറുകൾ കഴിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ അരികിൽ പെയിൻ കില്ലറിന്റെ ഒരു
കാലിയായ ബോട്ടിലും ലഭിച്ചിരുന്നു. അസഹ്യമായ വേദനയും ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള ചിന്തയും ഒരുപക്ഷെ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കാം. ആവശ്യത്തിലധികം പെയിൻ കില്ലറുകൾ കഴിച്ചതുകൊണ്ടാകണം അദ്ദേഹം മരണപ്പെട്ടത് എന്ന് അനുമാനിക്കപ്പെടുന്നു. വിറ്റാമിൻ എയുടെ അമിത അളവ് മൂലം ഉണ്ടാകുന്ന ലെഡ് വിഷബാധ, പഴകിയ ക്യാനുകളിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് മൂലമുണ്ടായ ബോട്ടിലിസം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടിയിരിക്കാം എന്നൊക്കെ അനുമാനിക്കുന്നു. ഫ്രാങ്ക്ലിന്റെ മരണം കൂടിയായപ്പോൾ അവിടെ നിന്ന് ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ആൻഡ്രയും ഒരുപക്ഷെ അമിത അളവിൽ അവരുടെ പക്കൽ ഉണ്ടായിരുന്ന വിസ്കി കുടിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം പെയിൻ കില്ലറുകൾ കഴിക്കുകയോ ചെയ്തിരിക്കാം. എങ്കിലും ഇന്നും ഈ 3 പേരുടെയും മരണകാരണം ദുരൂഹതയായി തന്നെ തുടരുകയാണ്. സ്ട്രിംബർഗിന്റെ പ്രണയിനിയായ അന്ന ചാർലിയർ 1949 തന്റെ 78ാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത്. അവരെ അടക്കം ചെയ്തത് ഭർത്താവ് ഗാൽബർട്ടിനൊപ്പം തന്നെയായിരുന്നു. ഒരു വർഷത്തിന് ശേഷമാണ് അന്നയുടെ റൂമിൽ നിന്നും അന്നയുടെ സഹോദരന് ഒരു പെട്ടി കിട്ടുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതും. ഈ പെട്ടിയിൽ അന്ന വരച്ച നീൽ സ്ട്രീംബർഗിന്റെ ചിത്രമുണ്ടായിരുന്നു. അതിൽ ഒരു കത്തും. താൻ മരിക്കുകയാണെങ്കിൽ തന്നെ സ്ട്രീംബർഗിന്റെ ഒപ്പം അടക്കം ചെയ്യണമെന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. തന്റെ സഹോദരിയുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായി അദ്ദേഹം അന്നയുടെ മൃതദേഹത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന ചാരം ശേഖരിച്ച് ഒരു പെട്ടിക്കുള്ളിലാക്കി. ശേഷം നീൽ സ്ട്രീംബർഗിന്റെ ശവക്കല്ലറയ്ക്കടിയിലെത്തി അത് തുറന്ന് അതിലുണ്ടായിരുന്ന ചാരം അദ്ദേഹത്തിന്റെ ഹൃദയഭാഗത്ത് നിക്ഷേപിച്ചു. അങ്ങനെ ജീവിച്ചിരുന്ന കാലമത്രയും തന്റെ ആദ്യ പ്രണയത്തിനായി കാത്തിരുന്ന അന്ന മരണശേഷം സ്ട്രീംബർഗിന്റെ ചാരത്തിൽ അലിഞ്ഞു ചേർന്നു. ഈ സംഭവം ഒരു മനോഹരമായ പ്രണയത്തിന്റെയും യുവത്വത്തിന്റെ എടുത്തുചാട്ടത്തിന്റെയും വേദന നമുക്ക് സമ്മാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.